നമസ്കാരം. വളരെ വേദനാജനകമായിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മൾ ഇന്നലെ മുതൽ ലോക്കൽ മീഡിയ, നാഷണൽ മീഡിയ, പിന്നെ ഇൻ്റർനാഷണൽ മീഡിയ, എല്ലാ ന്യൂസ് ചാനൽസും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരനും ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യനും അത്രയധികം വിഷമിക്കും. ഓരോ മനുഷ്യനും അത്രയധികം, മനുഷ്യനെ പോലെ ചിന്തിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അത്രയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാവരുടെയും മനസ്സിൽ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫോണുകൾ തുറന്നു കഴിഞ്ഞാൽ മനസ്സിലും പെഹൽഗാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ കേട്ടിട്ടുള്ളൂ, ഞാനൊക്കെ കേട്ടിട്ടുള്ളൂ, നമുക്കൊന്നും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീർ അല്ലെങ്കിൽ കശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ സ്വർഗം, ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന കശ്മീരിലെ ശ്രീനഗറിൽ നിന്ന്, ജമ്മുവിലെ ശ്രീനഗറിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള പെഹൽഗാം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരുപാട് നല്ല ജനങ്ങളിലെ, വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള, ടൂറിസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പെഹൽഗാം. വളരെ ക്രൂഷ്യൽ ടൈമിലാണ് ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ജൂലൈ 3 അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അമർനാഥ് യാത്രയ്ക്ക് ഒരു ബേസ് ക്യാമ്പായിട്ടാണ് പെഹൽഗാം വർക്ക് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള ചില പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ തംബ്നെയിലൊരു വിഷയം കണ്ടിട്ടുണ്ടാവും, ലാലേട്ടന് റിലേറ്റഡ് ആയിട്ട്. അതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നോക്കൂ, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ക്ലെയിം ചെയ്തിരിക്കുന്നത് TRF അല്ലെങ്കിൽ ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ലഷ്കർ ഇ തോയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള, കാരണം അവർ വളർത്തിയിട്ടുള്ള ഒരു പുതിയൊരു ഓർഗനൈസേഷനാണ്. ഫാൽക്കൺ സ്ക്വാഡ് എന്നാണ് അവരുടെ ആ ഒരു ഓപ്പറേഷൻ നടത്തുന്ന അവരുടെ പേര്. അതായത് വളരെ ക്വിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടൊന്നില്ലാതെ, അതായത് വളരെ റാൻഡം അറ്റാക്ക്, ഹിറ്റ് ആൻഡ് റൺ പോലെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത് TRF. സയ്യിദ് ഹാഫിസ് എന്നാണ് ഇവരുടെ തലവൻ്റെ പേര്. അവരാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ തീവ്രവാദത്തിന് മതമില്ല. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയാം കേട്ടോ. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതിൽ ഉദ്ദേശം എന്താണെന്നുള്ള എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള അറിയില്ല. അതായത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരാൾ സൗദിയിൽ പോകുന്നത് അല്ലേ, പ്ലസ് US വൈസ് പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുന്ന സമയം. അപ്പോൾ ഇവർക്ക് എടുത്ത് കാണിക്കേണ്ട സംഭവം എന്താണെന്നറിയോ, ഇന്ത്യ ഇസ് നോട്ട് സേഫ് ഫോർ ടൂറിസം. കശ്മീർ ഇന്ത്യയുടെ ഒരു പെയിനാണ് അല്ലേ, ഒരു വേദനയാണ്. അതൊരു കാരണവശാലും ഇന്ത്യയിൽ ടൂറിസത്തിന് സേഫ് അല്ല എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സമയത്ത് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ, ജൂലൈ 3 അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അമർനാഥ് യാത്രയ്ക്കുള്ള ബേസ് ക്യാമ്പാണ് പെഹൽഗാം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ അമർനാഥ് യാത്ര, കാരണം അവിടുന്ന് വരുന്ന മലനിരകൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ഈ ഷ്രൈനിലേക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുമ്പോൾ ഇനി ഈ അമർനാഥ് യാത്ര നടത്താൻ പോകുന്ന പിൽഗ്രിംസിന് ഉള്ളിലൊരു പേടിയും കാര്യങ്ങളും ഉണ്ടായിരിക്കണം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ. അത് അത്രയും പ്ലാൻ ചെയ്തൊരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ വിത്ത് അവർ വളരെ ക്ലിയറായിട്ട് വിതച്ചത് വളരെ ഞാൻ പറയാം, അവിടെ പെയ്തിട്ടുള്ള സാധനം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുടെ മനസ്സിൽ, അതായത് ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വളരെ കറക്റ്റായിട്ട് കൊണ്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്കിൽ പെഹൽഗാം #പെഹൽഗാം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് നോക്കൂ, അതിലൂടെ വരുന്ന പോസ്റ്റുകൾ നോക്കുക, അതിൽ വരുന്ന കമൻസ് നോക്കുക. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്, ഫസ്റ്റ് തംബ്നെയിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ലാലേട്ടനെതിരെ വരുന്ന സൈബർ അറ്റാക്സ്, നമ്മളതിൽ മോഹൻലാൽ, ലാലേട്ടൻ, എമ്പുരാൻ, ഇങ്ങനത്തെ ഒരു ഇത് പറയും. ഞാനൊരു എക്സാമ്പിൾ എടുത്തു തോന്നുന്നില്ല കേട്ടോ, സോ ദാറ്റ് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പെഹൽഗാമിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ച് കണ്ടു, അവിടെ നടന്നിട്ടുള്ള ടെറർ അറ്റാക്സിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ച് കണ്ടു. ഏറ്റവും വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇന്നലെ എല്ലാവരും സ്റ്റേറ്റസ് ഇട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടു അല്ലേ. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അയാളോട് അയാളുടെ പേര് ചോദിച്ചു, പിന്നെ അയാളോട് ട്രൗസേഴ്സ് അയക്കാൻ പറഞ്ഞു, എന്നിട്ട് അയാളെ വെടിവെച്ച് കൊന്നു. അതായത് ബേസിക്കലി മതം ചോദിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അത് ഞാൻ പറയാം, തീവ്രവാദത്തിന് മതമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയുകയാണ്. പല രീതിയിലുള്ള പോസ്റ്റുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾ കാണാത്ത എത്രയോ ഫോട്ടോസ് ഉണ്ടായിരിക്കാം, കാണാത്ത എത്രയോ വീഡിയോസ് ഉണ്ടായിരിക്കാം. നമുക്ക് വിഷ്വലൈസ് പോലും, നമുക്ക് സാധാരണക്കാർക്ക്, നമുക്ക് ഇവിടെയൊക്കെ കഴിയുന്ന സുഖസുന്ദരമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കഴിയുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും ഒരു ഭീകരമായ ഇൻസിഡൻ്റ് ആണ് അല്ലേ. നമ്മുടെ
ഈ കൊച്ചുമക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ വെച്ചിട്ട് അവർ തെരഞ്ഞു പിടിച്ചിട്ട് പേര് ചോദിച്ച് മതം ചോദിച്ച് പിന്നെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞിട്ട് ആളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം ഇത് മാത്രമാണ്. അവർക്ക് ഡിവൈഡ് ചെയ്യണം. ദേ വോണ്ട് ടു ഡിവൈഡ്. നമ്മളെ ഇന്ത്യൻസിനെ അവർക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മൾ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലണം. നമ്മൾ തമ്മിൽ തല്ലിയിട്ട്, അതായത് പണ്ട് ബ്രിട്ടീഷേഴ്സ് ഉപയോഗിച്ചിരുന്ന തന്ത്രമുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. നമ്മളിലേക്ക് ഇറങ്ങി വരാൻ ഏറ്റവും നല്ല സമയം അല്ലെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ മതമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലഷ്കർ ഇ തൊയ്ബ, അതേമാതിരി ജയ്ഷെ മുഹമ്മദ്, ഇവരെല്ലാം പാകിസ്ഥാൻ ഫണ്ടഡാണ്. റീസെൻ്റാണ്, ISI ഫണ്ടഡാണ്. റീസെൻ്റായിട്ടാണ് ഞാൻ ഈ നാഷണൽ മീഡിയ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. റീസെൻ്റായിട്ട് അവർക്ക് ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ആംസ്, ഈ പിന്നെ വെടിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് അവർക്ക് റീസെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വളരെ നാരോ മൈൻഡഡ് അപ്രോച്ചിലേക്ക് മനുഷ്യൻ അല്ലെങ്കിൽ മലയാളി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നലെ ലാലേട്ടനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്കൊന്നും പഹൽഗാമിനെ കുറിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. പറ്റുകയാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് നോക്കൂ, ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഇന്നലെ. മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ദി വിക്ടിംസ് ഓഫ് പഹൽഗാം ടെറർ അറ്റാക്ക്. ഞാൻ ഇതിന് മലയാളം വായിക്കട്ടെ, അതാണ് നല്ലത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ഇത്രയും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ്. നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ദയവായി അറിയുക. മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുക്കെ പിടിക്കാം. ഇരുട്ടിൻ്റെ മുഖത്ത് പോലും സമാധാനം നിലനിൽക്കുന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇന്നലെ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മലയാളമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കോളൂ, 3400 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന കമൻറ്റ് പത്മിനി ധനേഷ് കെ. ഈ വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പുള്ളിയുടെ കമൻറ്റ് ഇതാണ്: കൂടെ നിന്ന് ചതിച്ച നാറി, എമ്പുരാൻ 3 എമ്പുരാൻ 3 എടുത്തോ, സയ്യിദ് അബ്രഹാമിനെ തീർക്കുന്നതായിട്ട്, എന്നിട്ട് തുപ്പുന്നതും. ഊക്കലും ഉപദേശവും ഒന്നിച്ചു വേണ്ട മിസ്റ്റർ. അടുത്ത രായപ്പൻ പടം ഈ തീവ്രവാദി പന്നികളെ വെളുപ്പിക്കുന്നതായിരിക്കും. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്ന സയ്യിദ് മസൂദ്മാരെ സൂക്ഷിക്കുക. ഒരു എമ്പുരാൻ കൂടി എടുത്ത് തീവ്രവാദികൾ വെളുപ്പിക്കേ. 10 പുത്തന് വേണ്ടി ദയവായി ഇനി ഇതും വെളുപ്പിച്ച് സിനിമ ഇറക്കരുത്. രായപ്പൻ അടുത്ത സിനിമ ഇറക്കും. ഇതുപോലെ കംപ്ലീറ്റ് ട്രൈ ടു നോ ദ റിയാലിറ്റി മിസ്റ്റർ മോഹൻലാൽ. ഐ എം സ്റ്റിൽ അമേസ്ഡ് ദാറ്റ് ഹൗ യു ആക്സെപ്റ്റഡ് ദ സ്റ്റോറി ഓഫ് L2. ഈ ഒരു സംഗതിയാണ് ആൾക്കാരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഈ പെഹൽഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ഫേസ്ബുക്ക് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഒറ്റ കാര്യം പറയുന്നത്, അവിടെ നമ്മളെ ഇടയിൽ ഹിന്ദു മുസ്ലിം ആ ഒരു ഭിന്നത ഉണ്ടാക്കാനുള്ളൊരു പരിപാടി എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കശ്മീരിലെ സമാധാനം തകർക്കണം, അവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റ് എത്തരുത്, അവിടെ ഒരു എന്താ പറയുക ഇൻസ്റ്റെബിലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം, എന്നാലേ അവർക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ആൾക്കാർ ദരിദ്രരായി പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഒരൊറ്റ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ അമർനാഥ് യാത്ര, അങ്ങനത്തെ ഒരുപാട് സംഭവം. ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണം, നമ്മൾക്കിടയിലുള്ള പ്രശ്നം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ള ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കാതെ പോവുകയാണല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ബ്രെയിൻ ചൈൽഡായിട്ടുള്ള TRF ഇവരെല്ലാം ഫണ്ട് ചെയ്യുന്നത്, ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് ഈ എമ്പുരാനോ അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷിയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ അല്ല, അത് പാകിസ്ഥാനാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. എത്ര പേര് നമ്മളെ ഈ സമാധാനം, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കിടയിൽ മതം എന്നുള്ള രീതിയിലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് നിങ്ങൾ എത്ര പേര് ചിന്തിക്കുന്നെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.